ഗുഡ് മോർണിംഗ്. ഒരു വാട്ട ഈറ്റിംഗ് ഡേ നോക്കിയാലോ. രാവിലെ തന്നെ ചായയായിരുന്നു. ചായയുടെ കൂടെ പുട്ടും കടലയായിരുന്നു. നല്ല ചൂട് പുട്ടും കടല. നമുക്കിന്നിവിടെ ഒരു വിശേഷമുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാവേ. അങ്ങനെ രാവിലെ ചൂട് പുട്ടും കടലയും കഴിച്ചു. അങ്ങനെ 10 മണിയായപ്പോൾ വിശന്ന്. അങ്ങനെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഓച്ചറ അമ്പലത്തിൽ നിന്ന് മേടിച്ചതാണേ. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേണമെന്നും പറയാനുള്ളൂ. അതങ്ങനെ ഞാൻ കണ്ടുകൂടെ കഴിച്ചേ. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് നല്ല സൂപ്പർ സദ്യ. എന്താ വിശേഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ചെറപ്പായിരുന്നു. ചെറപ്പും വായനയൊക്കെ നമ്മുടെ കണക്കായിരുന്നേ. അപ്പോൾ അതിൻ്റെ സദ്യ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചിട്ട് പോയി. അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞങ്ങൾ പരിപ്പും പപ്പടവും എല്ലാം സാമ്പാറും അങ്ങനെ എല്ലാം കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. ഉച്ചയ്ക്ക് സൂപ്പർ സദ്യയും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ അപ്പോൾ അത് സേമിയ പപ്പടവും പഴവും ഒക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. നമ്മൾ പിന്നെ വിട്ടു കിടക്കാതെ പായസം നമ്മുടെ ഒരു വീക്ക്നെസ്സാണേ. അങ്ങനെ വൈകിട്ട് നമ്മുടെ ചായയും തക്കാളി മുറുക്കായിരുന്നു. പല്ലുവേദനയാണ് കുറച്ച് ദിവസം കൊണ്ട്, എന്നാലും വിട്ടു കൊടുക്കത്തില്ല. അതുമായിട്ടുള്ള മൽപ്പിടുത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വൈകിട്ടൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുറത്ത് പോയപ്പം ഒരു പപ്സും കഴിച്ചു, ഒരു നാരങ്ങ വെള്ളവും കുടിച്ചു. നമുക്ക് പിന്നെ അവിടെ പോയാലും പുറത്ത് പോയ ക്ഷീണമോ ഭയങ്കര. പിന്നെ നമ്മളങ്ങനെ വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി വിളക്ക് കത്തിക്കണം. നമ്മുടെ ചെറപ്പിന് അവിടെ എല്ലാം വിളക്ക് കത്തിക്കണം. അപ്പോൾ എല്ലാവരും ഒരുങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വിളക്ക് ചുറ്റും മൊത്തം കത്തിക്കേണ്ട നമ്മളാണ്. ഒക്കെ ഒരുങ്ങി നിൽക്കുക. അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളം ഓരോരുത്തരായിട്ട് വെളിയിലോട്ട് ഇറങ്ങി വരാൻ തുടങ്ങി. അവരെല്ലാവരും ഒരുങ്ങുന്നേ ഉള്ളൂ. ഞാനും കുട്ടിപ്പട്ടാളം നേരത്തെ വെളിയിറങ്ങി. അങ്ങനെ ഞങ്ങൾ പോവും അമ്പലത്തിലോട്ട്. ഒരാൾ ഭയങ്കര സ്റ്റൈലി, അതിന് അമ്മ വഴക്ക് പറയാം, ഞാൻ കണ്ണാടി കൊടുത്തേന്നും പറഞ്ഞുകൊണ്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് പോവും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് പകുതി ഞങ്ങളുടെ ഒരുക്കാൻ കാരണം പകുതി വിളക്ക് അവർ കത്തിച്ചു. കാരണം എല്ലാവരും ഒരുങ്ങി ഇറങ്ങണ്ടേ. അങ്ങനെ പകുതി പേരും കത്തിച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വന്ന് അവിടെ നിന്ന് ഒരു ചട്ടി എടുത്ത് ഓരോ വിളക്കുകൾ ഞങ്ങൾ കത്തിക്കാൻ തുടങ്ങി. നമ്മൾ കത്തിക്കണമല്ലോ, നമ്മുടെ കണക്കല്ലേ. അപ്പോൾ നമ്മൾ കത്തിക്കണമല്ലോ. ബാക്കി കത്തിക്കാനുള്ള ഭാഗമെല്ലാം ഞങ്ങൾ കത്തിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കത്തിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റി. ഈ തിരിയായിട്ട് കിടപ്പോൾ കൈ പൊള്ളത്തില്ല. അപ്പോൾ അതിന് പിണക്കവും കരച്ചിലും ഒരറ്റത്ത്. അങ്ങനെ ഞങ്ങൾ വിളക്കെല്ലാം കത്തിച്ചിട്ട് അപ്പോൾ ഒരാൾക്ക് അന്നേരം പറഞ്ഞ അമ്മയെ ഒന്ന് കത്തിച്ചോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞാറ്റമ്മയെ കൊണ്ട് ഞാനൊരു തിരി കത്തിപ്പിച്ചു. അതിന് കത്തിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ ചുറ്റും തൊഴാൻ പോവുക. അപ്പോഴത്തേക്ക് എല്ലാം ഞങ്ങൾ നടന്ന് ചുറ്റും തൊഴുതപ്പോൾ അവിടെ ചെറപ്പ് തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അമ്മയൊക്കെ അപ്പുറത്ത് ചുറ്റും തൊഴാൻ പോയേക്കുക. നമ്മുടെ ഇത് ഏതമ്പലമാണെന്ന് വെച്ചാൽ മുതിരക്കാല അമ്പലം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുക. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലമാണ്. ഇത് മുതിരക്കാല അമ്പലമാണ്. അവിടെ ചെറപ്പ് നമ്മുടെ വീട്ടിലെ കണക്കാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എല്ലാം തൊഴുതിന് ദീപാരാധന കഴിഞ്ഞേ പോകത്തുള്ളൂ.